അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾക്ക്? എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നെടുക്കാനുള്ള പാഠം അൽ ഫിഅലുൽ മുദാരിഉ അല്ലേ, മുദാരിയായ ഫിഅൽ. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, തിന്നുക, കുടിക്കുക, അങ്ങനത്തെ മൊത്തത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ 3 വിധമുണ്ട്. ഒന്നാമത്തേത് മാദിയായ ഫിഅൽ, അതായത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പ്രവർത്തനം, അതിനാണ് മാദി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ മന്തി കഴിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ ലോകകപ്പ് മെസ്സി എടുത്തു, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ മുൻകാലങ്ങളിൽ സംഭവിച്ച പ്രവൃത്തിക്കാണ് മാദി എന്ന് പറയുന്നത്. ഇപ്പോൾ നാം എടുക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ മുദാരിയാണ്. അതായത് നിലവിൽ സംഭവിക്കുന്നതായ കാര്യമോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾക്കോ അറിയിക്കുന്ന ഫീലിനാണ് അൽ ഫീലുൽ മുദാരിഉ എന്ന് പറയൽ. അപ്പോൾ നിലവിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയാം ഉസ്താദ്? ഉഅല്ലിമു തുല്ലാബ, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്താകുന്നു? യൽഅബുൽ മെസ്സി എന്താകുന്നു? കളിക്കുന്നു. അങ്ങനെ നിലവിലുള്ള കാര്യമോ അല്ലെങ്കിൽ വരാനിരിക്കുന്നൊരു കാര്യം. ഇപ്പോൾ എന്താകുക? അടുത്ത ലോകകപ്പ് റൊണാൾഡോ എടുക്കും, അല്ലെങ്കിൽ നെയ്മർ എടുക്കും, അങ്ങനെ അറിയില്ലേ. വരാനുള്ള സമയത്ത്, വരുന്ന കാലങ്ങളിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളെ അറിയിക്കുന്ന ഫീലിന് എന്ത് പറയും? മുദാരി എന്ന് പറയും. അല്ലെങ്കിൽ ഉദാഹരണത്തിന് നാളെ ഞാൻ അടിക്കും, നാളെ ഞാൻ എന്താകും? മന്തി കഴിക്കും. അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ വരാനിരിക്കുന്ന ഭാവി കാലത്ത് സംഭവിക്കുന്ന പ്രവൃത്തികൾക്ക് അൽ ഫീലുൽ മുദാരിഉ എന്ന് പറയും. അതാണ് ഞാൻ ഇപ്പോൾ പാഠം എടുക്കുന്നത്. അപ്പോൾ അതിൽ ഉദാഹരണങ്ങൾ നോക്കി മക്കളെ. ഔസിൽ യദയ്യ, ഞാൻ എൻ്റെ കൈ കഴുകും. ചോറ് തിന്നതിന് ശേഷം ഞാൻ എൻ്റെ കൈ കഴുകും. അൽബസു, ഞാൻ അലക്കും. സിയാബി, എൻ്റെ വസ്ത്രങ്ങൾ ധരിക്കും. അൽബസു, ഞാൻ ധരിക്കും. സിയാബി, എൻ്റെ വസ്ത്രങ്ങൾ. നലഅബു ബിൽ ഖുറത്തി, നലഅബു, നാം കളിക്കും. ബിൽ ഖുറത്തി, പന്ത് കൊണ്ട്. നംഷി, നാം നടക്കും. ഫിൽ ഹുക്കൂലി, എവിടെ? വയലിൽ. വൈകുന്നേരം വയലിൽ എന്താകും? നടക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ത്? ഈ മുദാരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൈകുന്നേരം ഞാൻ വയലിൽ നടക്കും. അല്ലെങ്കിൽ നമ്മളെ ഹാദി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഓൻ്റെ കുഞ്ഞുകൂടെ എന്തെന്നത്? ഒരു നായ കുരച്ചു കൊണ്ട് വന്നത്. അപ്പോൾ എന്ത് പറയാണ്? നമ്മളെ ഹാദി വിളിച്ച് പറയാണ്, എംബഹുൽ കൽബു, നായ് കുരക്കുന്നു. അപ്പോൾ ആ കുരക്കുന്ന സമയത്ത് എന്തുപയോഗിക്കും? ഫീൽ മുദാരി ഉപയോഗിക്കും. അപ്പോൾ എംബഹുൽ കൽബു. പിന്നെ തഅക്കുലുൽ ബിന്തു, പെൺകുട്ടി എന്താകുന്നു? ഭക്ഷണം തിന്നുന്നു. അല്ലെങ്കിൽ തഅക്കുലു നാബിൽ എന്താകുന്നു? മന്തി കഴിക്കുന്നു. മന്തി കഴിക്കുന്നു. അപ്പോൾ മന്തി തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത്? നമ്മുടെ ഹാദി നാബിലിനെ കണ്ടു. അപ്പോൾ നാബിലിനെ കുറിച്ചിട്ട് ഹാദി പറയാണെന്ത്? യഅക്കുലു നാബിലു അൽ മന്തി, നാബിൽ മന്തി കഴിക്കുന്നു. അപ്പോൾ നിലവിലുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാര്യമോ അറിയിക്കുന്ന ഫീലിനാണ് എന്ത് പറയൽ? അൽ ഫിഅലുൽ മുദാരിഉ എന്ന് പറയൽ. അപ്പോൾ അതാണ് നമ്മുടെ ആ ഖായിദയിലുള്ളത് കേട്ടോ. ഹുവ കുല്ലു ഫീലിൻ, ഓരോ ഫീലുകളും ആകുന്നു ഫീൽ മുദാരി എന്ന് പറഞ്ഞാൽ. എങ്ങനത്തെ ഫീലുകളാണ്? യദുല്ലു, ആ ഫീൽ അറിയിച്ചു തരും. അലാ ഹുസൂലി അമലിൻ, ഒരു പ്രവൃത്തി കരസ്ഥമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ മേൽ. ഉദാഹരണത്തിന് ഇപ്പോൾ കളിക്കുക എന്നുള്ളതാണെങ്കിൽ കളിക്കുക എന്നുള്ള പ്രവൃത്തി എന്തായിട്ടുണ്ട്? കരസ്ഥമായിട്ടുണ്ട്. എപ്പോൾ? ഫിൽ സമനിൽ ഹാദിരി, നിലവിലുള്ള സമയത്ത്. അവിൽ മുസ്തഖ്ബലി, അല്ലെങ്കിൽ എപ്പോൾ? ഭാവി സമയത്ത്, വരാനിരിക്കുന്ന സമയത്ത് എന്തായിട്ടുണ്ട്? ആ പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഫീൽ മുദാരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ മുദാരി ആ ഫീൽ എങ്ങനെ ഉണ്ടാവല്? വലാ ബുദ്ധ അൻ യകൂന മബ്ദൂഅൻ, മുദാരി ആ ഫീൽ തുടങ്ങൽ നിർബന്ധമാണ്. ബി ഹർഫിൻ മിൻ അഹ്റുഫിൽ മുദാരത്തി, മുദാരിൻ്റെ ഓരോ ഹർഫുകളുണ്ട്. ആ ഹർഫ് കൊണ്ട് തുടങ്ങിയതാവണം ഫീൽ മുദാരി. അതുകൊണ്ട് തുടങ്ങിയാൽ മാത്രമേ അതെന്താകുള്ളൂ? ഫീൽ മുദാരി ആവുകയുള്ളൂ. ഇപ്പോൾ വറബ എന്നത് അടിച്ചു അല്ലേ, അത് മാദിയാണ്. അതെങ്ങനെ മുദാരി ആക്കുക? അതിൻ്റെ മുമ്പ് ഹംസയോ അല്ലെങ്കിൽ ന്യൂനോ അല്ലെങ്കിൽ യാഓ അല്ലെങ്കിൽ താഓ, അങ്ങനത്തെ 4 ഹർഫുകൾ. ഒന്ന് ഹംസ, രണ്ടാമത്തേത് ഏതാണ്? ന്യൂന്, മൂന്നാമത്തേത് ഏതാണ്? യാ, നാലാമത്തേത് ഏതാണ്? താ. ഇങ്ങനത്തെ ഈ 4 ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തുടക്കത്തിൽ കൊണ്ടുവന്നാലാണ് അത് മുദാരിയായ ഫീലാവുക. അപ്പോൾ ദറബൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് കൊടുത്തു? ഹംസ കൊടുത്താൽ അളിരിബു, ന്യൂന് കൊടുത്താൽ നളിരിബു, യാ കൊടുത്താൽ യളിരിബു,
താ കൊടുത്താൽ തളിരിബു. ഇങ്ങനത്തെ 4 ഹർഫ് കൊടുക്കൽ എന്താണ്? നിർബന്ധമാണ്. അങ്ങനെയാണ് ഫീൽ മുദാരി ഉണ്ടാകുക. അപ്പോൾ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഉസ്താദ് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.